ഇന്ത്യയിലെ റയറായിട്ടുള്ള കോഴ്സുകളായിട്ടുള്ള ബിടെക് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്, ബിടെക് ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ്, ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ്, അതുപോലെ MSc ഫോട്ടോണിക്സ് പോലുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനം നമ്മളുടെ കേരളത്തിലുണ്ട്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. ഇന്ന് നമുക്ക് കുസാറ്റിനെ കുറിച്ച് പരിചയപ്പെടാം. കേരളത്തിലെ 2 സ്ഥാപനങ്ങളാണ് ടയർ 1 കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. ഒന്ന് കാലിക്കറ്റ് NIT, മറ്റൊന്ന് കുസാറ്റ്. കുസാറ്റിലെ 7ഓളം കോഴ്സുകൾക്കാണ് NBA അക്രഡിറ്റേഷൻ ഉള്ളത്. അതായത് നിങ്ങളുടെ ഫോറിൻ ഹയർ സ്റ്റഡീസിന് നിങ്ങൾക്ക് ഏറ്റവും സഹായകരമാകുന്ന ഒരു കാര്യമാണ് NBA അക്രഡിറ്റേഷൻ എന്നുള്ളത്. എന്തുകൊണ്ടാണ് കുസാറ്റ് മറ്റുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്? കുസാറ്റ് ആരംഭിക്കുന്നത് 1971കളിലാണ്. ആ സമയത്ത് കുസാറ്റിൽ PhD പ്രോഗ്രാംസും റിസർച്ച് പ്രോഗ്രാംസും അതുപോലെ PG പ്രോഗ്രാംസുമാണ് ഉണ്ടായിരുന്നത്. പിന്നീടാണ് കുസാറ്റിൽ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എക്സ്പെർട്ടീസ് ആയിട്ടുള്ള ഫാക്കൽറ്റീസിൻ്റെയും മികച്ച അലുമിനിയുടെയും ഒരു സപ്പോർട്ട് കുസാറ്റിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നീട് അങ്ങോട്ട് കുസാറ്റിൽ വന്നിട്ടുള്ള എല്ലാ കോഴ്സുകളിലേക്കും ഈ ഒരു സപ്പോർട്ട് ലഭിച്ചു. കുസാറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള കോഴ്സുകളിൽ ഒന്നാണ് ബിടെക് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ്. ജർമ്മനിയിലെ റോസ്റ്റാക്ക് യൂണിവേഴ്സിറ്റിയുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് അവർ ഈ ഒരു കോഴ്സ് നടത്തുന്നത്. ഇന്ത്യൻ നേവിയിലെ കേഡറ്റ്സ് ബിടെക് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടും കുസാറ്റാണ്. ഈ കോഴ്സ് ഇന്ത്യയിൽ നിങ്ങൾക്ക് ലഭിക്കുക IIT ഗോരഖ്പൂരും അതുപോലെ IIT മദ്രാസിലും മാത്രമാണ്. അതുപോലെ മറ്റൊരു കോഴ്സാണ് ബിടെക് ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ്. ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫയർ ആൻഡ് സേഫ്റ്റിയിൽ നിന്നും കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മികച്ച ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ് ലഭിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കുസാറ്റ്. അതുപോലെ തന്നെ മറ്റൊരു കോഴ്സാണ് ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ്. മറൈൻ എഞ്ചിനീയറിംഗിൻ്റെ എൻട്രൻസ് എക്സാം നടത്തുന്നത് കുസാറ്റല്ല, ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ് ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു എൻട്രൻസ് എക്സാം എഴുതിയെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് കുസാറ്റിൽ ബിടെക് മറൈൻ എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. അതിൻ്റെ പുറമെ നിങ്ങൾ കുസാറ്റിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സാധാരണ ഒരു കാൻഡിഡേറ്റ് എങ്ങനെയാണോ അപ്ലൈ ചെയ്യുന്നത് അതുപോലെ നിങ്ങൾ അപ്ലൈ ചെയ്യുകയും വേണം. എന്നിരുന്നാൽ മാത്രമാണ് നിങ്ങൾ IMBയുടെ എക്സാം എഴുതി അതിൻ്റെ റാങ്ക് ലിസ്റ്റ് ബേസ് ചെയ്തിട്ട് കുസാറ്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. ഇതിന് പുറമെ ധാരാളം MSc ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാംസും അതുപോലെ ബിടെക് പ്രോഗ്രാംസും കുസാറ്റ് നമുക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് ബിടെക് ഇൻസ്ട്രുമെൻറ്റേഷൻ, അതുപോലെ ബിടെക് പോളിമർ ടെക്നോളജി, ബിടെക് കമ്പ്യൂട്ടർ സയൻസ്, ബിടെക് ഇൻഫർമേഷൻ ടെക്നോളജി, ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ബിടെക് ട്രിപ്പിൾ, അതുപോലെ മെക്കും നമുക്ക് അവൈലബിൾ ആണ്. ഇതിന് പുറമെ കുസാറ്റ് നമുക്ക് ധാരാളം 5 ഇയർ MSc പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി, കമ്പ്യൂട്ടർ സയൻസ് വിത്ത് AI ആൻഡ് ഡാറ്റാ സയൻസ്, ബയോളജി, ഫോട്ടോണിക്സ്, അതുപോലെ എൻവയോൺമെൻറ്റൽ സയൻസ്. ഒരു ക്യാമ്പസിൽ പഠിക്കുമ്പോൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ കൺസേൺ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്ലേസ്മെൻറ്റ്സ്. ആ കാര്യത്തിൽ കുസാറ്റ് വളരെ മികച്ച ഒരു പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. അറൗണ്ട് ഒരു 80% അബോവ് സ്റ്റുഡൻസിന് എല്ലാ വർഷവും കുസാറ്റ് പ്ലേസ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. നമ്മൾ നേരത്തെ പരിചയപ്പെട്ട പല പ്രീമിയർ യുണീക്ക് കോഴ്സുകൾക്കും എല്ലാ കുട്ടികളും പ്ലേസ്ഡ് ആകുന്ന ഒരു രീതി അവിടെ കണ്ടുവരുന്നുണ്ട്. അതിന് പ്രധാനമായിട്ടും സഹായിക്കുന്ന ഒരു ഘടകം ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യം അവിടെ തുടങ്ങിയത് PG ആണ്. പിന്നീടാണ് നമ്മുടെ UG പ്രോഗ്രാംസ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് കോഴ്സുകൾ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. മറ്റൊരു പ്രധാന ഘടകം മികച്ച കമ്പനികളിൽ ഇപ്പോൾ R&D ഡിപ്പാർട്ട്മെൻറ്റ്സിലെല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അവിടെയുള്ള അലുമിനീസാണ്. അവർ നിങ്ങളുടെ പഠനകാലത്ത് തന്നെ നിങ്ങളുടെ ഒരു മെൻറ്ററായി നിങ്ങളുടെ ഒപ്പം ചേരുകയും നിങ്ങളെ ഒരു നല്ല കമ്പനിയിൽ പ്ലേസ്ഡ് ആവുന്നതിന് വേണ്ടി നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. കുസാറ്റിൽ അഡ്മിഷൻ നേടുന്നതിനുള്ള എൻട്രൻസ് ടെസ്റ്റായിട്ടുള്ള CAT 2025ൻ്റെ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കുസാറ്റ് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി മാർച്ച് 10 ആണ്. കുസാറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്ന 7ഓളം ബിടെക് കോഴ്സുകളിലേക്കും 11ഓളം ഇൻ്റഗ്രേറ്റഡ് MSc കോഴ്സുകളിലേക്കും നിങ്ങൾക്കിപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ്. കുസാറ്റ് CAT നടത്തപ്പെടുന്നത് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന കോഴ്സിനനുസരിച്ചിട്ടാണ്. പല കോഡുകളായിട്ടാണ് എക്സാം ഉണ്ടാവുക. 101 എന്ന് പറയുന്ന കോഡിലുള്ള എക്സാമാണ് ബിടെക് കോഴ്സുകൾ സെലക്ട് ചെയ്തിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് നടത്തപ്പെടുന്നത്. നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് ബിടെക് കോഴ്സുകളാണെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് സബ്ജക്റ്റുകളായിരിക്കും എക്സാമിന് ഉണ്ടാവുക. നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് MSc ഇൻ്റഗ്രേറ്റഡ് ബയോളജി ആണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് മാത്സിന് പകരം അവിടെ ബയോളജി ആയിരിക്കും എക്സാമിന് ഉണ്ടാവുക. ഇനി നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് LLB കോഴ്സുകളാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങളുടെ എക്സാം കോഡിൽ മാറ്റം ഉണ്ടാവും. കുസാറ്റ് CATൽ 225 ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് അപ്പിയർ ചെയ്യാനായിട്ട് ഉണ്ടാവുക. നിങ്ങൾ മാത്സ്, കെമിസ്ട്രി, ഫിസിക്സ് ഈ 3 സബ്ജക്റ്റ് എക്സാമുകളാണ് എഴുതുന്നതെങ്കിൽ
90 ക്വസ്റ്റ്യൻ മാത്സിൽ നിന്നും 75 ക്വസ്റ്റ്യൻ ഫിസിക്സിൽ നിന്നും 60 ക്വസ്റ്റ്യൻ കെമിസ്ട്രിയിൽ നിന്നായിരിക്കും നമുക്കുണ്ടാവുക. കുസാറ്റിൻ്റെ ഒരു എക്സാം പാറ്റേൺ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എഴുതുന്ന ശരി ഉത്തരത്തിന് 3 മാർക്കും തെറ്റുത്തരത്തിന് -1 മാർക്കുമായിരിക്കും നിങ്ങൾക്കുണ്ടാവുക. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് മാക്സിമം കുറക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. കുസാറ്റിൻ്റെ എൻട്രൻസിൻ്റെ രീതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ എഴുതിയിട്ടുള്ള 3 സബ്ജക്റ്റിലും ഒരു മിനിമം ക്വാളിഫിക്കേഷൻ മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ കഴിയുക. കുസാറ്റ് കാറ്റിന് അപ്ലൈ ചെയ്യുന്നതിനുള്ള ഫീ 1500 രൂപയാണ്. ഈ 1500 രൂപയ്ക്ക് നിങ്ങൾക്ക് 2 കോഡ് എക്സാം എഴുതാനായിട്ട് സാധിക്കും. 2-ലധികം എക്സാം കോഡുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ കോഡിനും 500 രൂപ അധികം നിങ്ങൾ എക്സാം ഫീ ആയിട്ട് നൽകേണ്ടതുണ്ട്. ബിടെക് കോഴ്സുകൾ സെലക്ട് ചെയ്തിട്ടുള്ള കുട്ടികളുടെ എക്സാം വരുന്നത് മെയ് 11-ാം തീയതിയാണ്. രാവിലെ 8:30 മുതൽ വൈകിട്ട് 5:30 വരെയുള്ള ടൈം സ്ലോട്ടിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും നിങ്ങൾക്ക് എക്സാം ഉണ്ടാവുക. കുസാറ്റിൽ പ്രധാനമായിട്ടും 3 രീതിയിലാണ് അഡ്മിഷൻ നടക്കുന്നത്. ഫസ്റ്റ് വൺ സ്റ്റേറ്റ് മെറിറ്റ്, സെക്കൻഡ് വൺ ഓൾ ഇന്ത്യ മെറിറ്റ്, തേർഡ് വൺ NRI കോട്ട. സ്റ്റേറ്റ് മെറിറ്റിൽ അഡ്മിഷൻ നേടുന്ന കുട്ടികൾക്ക്, കേരളത്തിലുള്ള കുട്ടികൾക്കായിരിക്കും സ്റ്റേറ്റ് മെറിറ്റിൽ അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കുക. അവർക്ക് ആവറേജ് ഫീ വരുന്നത് ബിടെക് കോഴ്സുകൾക്ക് 30,000 രൂപയാണ്. മറിച്ച് ഓൾ ഇന്ത്യ കോട്ടയിൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് അറൗണ്ട് ഇതിൻ്റെ ഡബിൾ ഫീസ് വരും. ഒരു 50,000 to 55,000 രൂപയായിരിക്കും ബിടെക് കോഴ്സുകൾക്ക് നിങ്ങൾക്ക് ഫീസായിട്ട് വരുന്നത്. NRI കോട്ടയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ NRI സെലക്ട് ചെയ്യുകയും അതിൻ്റെ ഫീ അടക്കുകയും ചെയ്യേണ്ടതാണ്. പ്രധാനമായിട്ടും കുസാറ്റിന് 3 ക്യാമ്പസുകളാണുള്ളത്. ഫസ്റ്റ് വൺ മെയിൻ ക്യാമ്പസ് ആയിട്ടുള്ള തൃക്കാക്കര ക്യാമ്പസ്. രണ്ടാമത്തെ ക്യാമ്പസ് വരുന്നത് ആലപ്പുഴ കുട്ടനാടാണ്. മറ്റൊരു ക്യാമ്പസ് ലേക്ക് വ്യൂ ക്യാമ്പസാണ്. മറ്റൊരു ക്യാമ്പസ് കൂടെ കുസാറ്റിന് വരുന്നുണ്ട്. അത് തൃക്കാക്കര ക്യാമ്പസിൽ നിന്നും 1 കിലോമീറ്റർ മാറി മറൈൻ എഞ്ചിനീയറിങ്ങിന് വേണ്ടി മാത്രമുള്ള കുഞ്ഞാലി മരക്കാൾ സ്കൂൾ ഓഫ് മറൈൻ എഞ്ചിനീയറിംഗ് ആണ്. കുസാറ്റിനെ കുറിച്ചിട്ടും കുസാറ്റിലുള്ള യുണീക്ക് കോഴ്സുകളെ കുറിച്ചും അതിലേക്ക് എങ്ങനെ അഡ്മിഷൻ നേടാമെന്നുള്ളതിനെക്കുറിച്ചും നിങ്ങൾക്കൊരു ധാരണ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുപോലുള്ള കരിയർ സംബന്ധമായിട്ടുള്ള വാർത്തകൾ അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് CM അക്കാഡമിയുടെ ഒരു വാട്സപ്പ് ചാനൽ അവൈലബിൾ ആണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. +2 കഴിഞ്ഞ് ഹയർ സ്റ്റഡീസിന് നോക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് അവർക്ക് ഉപകാരപ്പെടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവരിലേക്ക് എത്തിക്കുക. താങ്ക് യു.